അതായത് നമ്മൾ ഈ ആമസോണിലൊക്കെ ലിസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഒരു 90% സെല്ലേഴ്സും ലോസിൽ പോയിട്ട് നിർത്തുക എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? സത്യമാണ്. ഒരുപാട് പേര് തുടങ്ങുന്നുണ്ടെങ്കിലും ഇതിനകത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നവർ വളരെ കുറവാണ്. അതിന് പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ്. ഒന്നാമത് മെയിനായിട്ട് പ്രൈസിങ്ങിൻ്റെ വിഷയമാണ്. ഇവർ ഈ ഓഫ്ലൈൻ പ്രൈസിങ് പോലെ പ്രൈസിങ് ഇടും. പിന്നെ അതായത് ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കോമ്പറ്റേറ്റർ എന്താണ് പ്രൈസ് ഇട്ട് അതിന് ഏകദേശം അവരോട് കോമ്പറ്റേറ്റ് ചെയ്തിട്ട് ആ പ്രൈസിങ് ഇടും. പക്ഷെ അവർക്ക് ഓൾറെഡി ഒരുപാട് കാലമായിട്ട് അവർ ഈ ആമസോണിലുള്ളതുകൊണ്ട് തന്നെ അവർക്ക് വോളിയം കൂടുതലായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് ചെറിയൊരു പ്രോഫിറ്റ് വെച്ചിട്ടായാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പുതുതായിട്ട് തുടങ്ങുമ്പോൾ ഒരു പ്രൊഡക്റ്റിന് വല്ലപ്പോഴൊക്കെ ഒരു ഓർഡർ ആയിരിക്കും വരിക. അപ്പോൾ ചെറിയ ഒരു പ്രോഫിറ്റ് മാർജിൻ അതിനകത്ത് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേണിനെ ഇഗ്നോർ ചെയ്യും. റിട്ടേൺ വരുന്നുണ്ടാവും, അയക്കുന്നുണ്ടാവും, റിട്ടേൺ വരും. പക്ഷെ അതിന് വലിയ കാര്യമായിട്ട് മൈൻഡ് ആക്കൂല. ഡെയിലി എത്ര ഓർഡർ കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഈ റിട്ടേൺ വരുന്ന കാര്യം ചിന്തിക്കൂല. അപ്പോൾ റിട്ടേൺ വരുമ്പോഴുള്ള ലോസിനെ കുറിച്ച് നല്ല ബോധം വേണം ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സെയിൽ ചെയ്യുമ്പോൾ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ കീവേഡ്. അതായത് ജസ്റ്റ് ഏതെങ്കിലും ലിസ്റ്റിംഗ് കാണും, അത് കോപ്പി ചെയ്തിട്ട് അവർ ലിസ്റ്റിംഗ് ഉണ്ടാക്കി ഇടും. അതിൻ്റെ കീവേഡ് കാര്യങ്ങൾ റിസർച്ച് കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ സെർച്ചിൽ വരില്ല. ഒരുപാട് പേര് ഇഷ്യൂ ചെയ്യുന്നൊരു ഇത് നിങ്ങൾ വീഡിയോ കാണുന്ന പലർക്കും ഉള്ളൊരു പ്രശ്നമായിരിക്കും. അത് സെർച്ചിൽ വരും. നിങ്ങൾ പ്രൊഡക്റ്റ് സെർച്ച് ഇട്ടിട്ടുണ്ടാവും, പക്ഷേ സെർച്ചിലെ കാര്യങ്ങളൊന്നും നിങ്ങളെ ഇതൊരിക്കലും കയറി വരില്ല. അതിന് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ കീവേഡ് കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിച്ച് ആ കീവേഡ്സ് ഉപയോഗിച്ച് നിങ്ങൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ബുള്ളറ്റ് പോയിന്റും അല്ലാതെ ജനറിക് കീവേഡൊക്കെ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെയൊക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സെർച്ചിൽ കയറി വരുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് സെയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോയിലൊക്കെ പിടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നിലൊക്കെ എങ്ങനെ സെയിൽ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു സ്ക്രാച്ചിൽ നിന്ന് തന്നെ, അതായത് ഒരു പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഈ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചുകൊണ്ട് നിങ്ങൾ ആമസോണിൽ വിജയിക്കുന്ന ഞാൻ യാതൊരു രീതിയിലുള്ള ഉറപ്പൊന്നും പറയുന്നില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ വിജയിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇതിനകത്ത് പരാജയപ്പെടും. അത്രേ ഉള്ള സംഭവം. പിന്നെ അത് എങ്ങനെ വിൽക്കാം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്രേ. അപ്പോൾ താല്പര്യമുള്ളവർ കയറി നോക്കുക. ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്.